Hi all, welcome to Wings to Win Education. കേരള PSCയുടെ ഇന്ത്യൻ ഹിസ്റ്ററി അതിൽ സുബ്രഹ്മണ്യൻ റെഡ്ഡിയുടെ ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ അവേക്കനിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സുബ്രഹ്മണ്യൻ റെഡ്ഡിയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബുക്കിൽ നിന്നുമാണ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങളെ മിഡീവൽ ഇന്ത്യ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. അറബികളുടെ സിന്ധിലേക്കുള്ള ഇൻവേഷനെ കുറിച്ചിട്ട് അല്ലെ നമ്മൾ പറഞ്ഞു. സിന്ധ് അറബികൾ കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആദ്യമായിട്ട് ഇന്ത്യ കീഴടക്കാൻ ശ്രമിച്ചത് സിന്ധിലൂടെയാണ്. അങ്ങനെ ഉമർ ആദ്യം എന്ത് ചെയ്തു, 636 CE 636 ഒരു അറ്റാക്ക് നടത്തി. പക്ഷെ അതിനെന്ത് ചെയ്തു, നമ്മുടെ പുലകേഷ്യൻ സെക്കൻഡ് എന്ന് പറയുന്ന ചാലൂക്യൻ കിങ് എന്ത് ചെയ്തു, വളരെ വിദഗ്ധമായിട്ട് തന്നെ അതിനെ എതിർത്തു, അതിനെ ഡിഫീറ്റ് ചെയ്തു. ദെൻ വീണ്ടും 644 ഉമർ ഒരു സംഘത്തെ അയക്കുന്നു. ദെൻ പരിഹാര കിങ് ആയിട്ടുള്ള നാഗഭട്ട എന്ത് ചെയ്യുന്നു, വളരെ വിദഗ്ധമായിട്ട് അവരെയും എന്ത് ചെയ്യുന്നു, തോൽപ്പിക്കുന്നു. ദെൻ ഈ ഒരു ഖലീഫ ഭരണം ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ കയ്യിലേക്ക് എത്താണ് ചെയ്യുന്നത്. കാരണം ഹെറിഡിറ്ററി ഭരണമാണല്ലോ നടക്കുന്നത്. അപ്പം ഖലീഫമാരുടെ ഭരണം അവസാനിച്ച് പിന്നെ ഉമയ്യദ് ഡൈനാസ്റ്റിയാണ് അധികാരത്തിൽ വരുന്നത്. പിന്നീട് നമ്മുടെ ഉമയ്യദ് ഡൈനാസ്റ്റി അധികാരത്തിൽ വരുന്നത് 666 മുതൽ 750 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തില് ഇറാഖിന്റെ ഗവർണർ ആയിരുന്ന നമ്മുടെ ഹജ്ജാജ് 711 മുഹമ്മദ് ബിൻ ഖാസിമിനെ എന്ത് ചെയ്യാണ്, സിന്ധ് കീഴടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. വളരെ ഓർത്തിരിക്കണം, ഇനി മുതൽ അങ്ങോട്ടാണ് നമ്മുടെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള മാറ്റം, നമ്മുടെ മിഡീവൽ പീരീഡിന്റെ ഏറ്റവും കോറായിട്ടുള്ള ഏരിയയാണ് മുഹമ്മദ് ബിൻ ഖാസിമിന്റെ വരവ്. അങ്ങനെ ആരാണ് മുഹമ്മദ് ബിൻ ഖാസിമിനെ അയക്കുന്നത്? ഇറാഖിന്റെ മുസ്ലിം ഗവർണർ ആയിട്ടുള്ള ഹജ്ജാജ് ആണ്. 711 കേട്ടോ, CE 711 മുഹമ്മദ് ബിൻ ഖാസിമിനെ അയക്കുകയാണ് ചെയ്യുന്നത്. സിന്ധിന്റെ ഇൻവേഷനെ കുറിച്ച് വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പല ഹിസ്റ്ററീസും നിലനിൽക്കുന്നുണ്ട്. ഹിസ്റ്റോറിയൻസിന്റെ അടുത്ത് തന്നെ പല രീതിയിലുള്ള കഥകളാണ് അതിനെക്കുറിച്ച് ഉള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ നേതൃത്വത്തിലാണ് സിന്ധ് കീഴടക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നത്. അങ്ങനെ ഖലീഫമാരും എന്ത് ചെയ്യുന്നു, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് റീജിയന്റെ വളരെ ഇമ്പോർട്ടന്റ് പോർട്ട് ആയിട്ടുള്ള ദേബൽ എന്ത് ചെയ്യുന്നു, ഒക്യുപ്പൈ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ സിന്ധ് റീജിയന്റെ ഒരു പവർഫുൾ റൂളർ ആയിട്ടുള്ള ദാഹിറിന്റെ കിങ്ഡത്തിൽ പെടുന്ന ദേബൽ ആരൊക്യുപ്പൈ ചെയ്യുന്നു, മുഹമ്മദ് ഖാസിം ഒക്യുപ്പൈ ചെയ്യുന്നു. എന്നിട്ട് 713 വളരെ പ്രധാനപ്പെട്ട ഒരു അറ്റാക്കും കൂടെ അദ്ദേഹം നടത്തുന്നു. മുൾട്ടാൻ കീഴടക്കുന്നു. മുൾട്ടാനെ അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇവരെ വിറപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല റീജിയൻസും കീഴടക്കിയിട്ട് സിന്ധ് റീജിയനും പഞ്ചാബ് റീജിയനും ഇൻഡസ് റിവറിനോടൊപ്പം തന്നെ പഞ്ചാബ് റീജിയനും സിന്ധ് റീജിയനും ആരുടെ കൺട്രോളിലാവുന്നു? അറബികളുടെ കൺട്രോളിലാവുന്നു. അങ്ങനെ ലക്ഷ്യം വിജയിക്കുന്നു, മുഹമ്മദ് ഖാസിമിന്റെ ലക്ഷ്യം വിജയിക്കുന്നു. സിന്ധിന്റെ കോൺഗ്രർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഖാസിമിന് പക്ഷെ അധിക കാലം ജീവിച്ചിരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. സക്സസ്ഫുൾ ആയിട്ടും കൂടി ഒരു നല്ലൊരു പേരെടുത്തിട്ടും കൂടി, അതായത് അറബികളെ സംബന്ധിച്ച് അവരുടെ കോൺകറർ, സിന്ധ് കോൺകറർ എന്ന് പറയുന്ന ഒരു മഹാലക്ഷ്യം പൂർത്തീകരിച്ചു നിന്നിരുന്ന മുഹമ്മദ് ബിൻ ഖാസിമിന് പക്ഷെ അധിക നാൾ നിലനിൽക്കാനായിട്ട് സാധിച്ചില്ല, അധിക നാൾ ജീവിച്ചിരിക്കാനായിട്ട് സാധിച്ചില്ല. അതായത് നമ്മുടെ രാജാ ദാഹിറിന്റെ ഡോട്ടർ ഒരു കെണി ഒരുക്കുന്നു. അങ്ങനെ ആ ഒരു കെണിയിൽ ഒരു കുശാഗ്ര ബുദ്ധിയിൽ ആര് വീണു പോകുന്നു? മുഹമ്മദ് ബിൻ ഖാസിം വീണു പോകുന്നു. അതിൽ ഖലീഫ സുലൈമാൻ എന്ത് ചെയ്യുന്നു? ഖാസിമിനെ വധിക്കാനായി ഓർഡർ ഇടുന്നു. ഖാസിമിനെ എന്ത് ചെയ്യാണ്? എക്സിക്യൂട്ട് ചെയ്യാണ് പിന്നെ ചെയ്യുന്നത്. ഖാസിമിനെ വധിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അങ്ങനെ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ ഇറക്ക് അവിടെ അന്ത്യം കുറിക്കപ്പെടുന്നു. അങ്ങനെ അറബികളുടെ ആ ഒരു മഹാലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അറബികൾ ആദ്യം അല്ലെ ഖലീഫമാരുടെ ഭരണകാലത്തൊക്കെ പല രീതിയിലുള്ള അറ്റാക്സും സിന്ധിനെ കോൺക്വർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും സക്സസ് ആയില്ല. പിന്നീട് നമ്മുടെ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ നേതൃത്വത്തിലാണ് അവരുടെ ലക്ഷ്യം വിജയിക്കുന്നത്. അതായത് സിന്ധ് കോൺക്വർ ചെയ്യാൻ അവരെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ PSCയുടെ രീതി മാറ്റിയിട്ടുണ്ട്, രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പല രീതിയിൽ നമ്മളോട് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാതും നോക്കി പോയേ മതിയാവും. അതിന് നമ്മൾ നിർബന്ധിതമാവാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കോഴ്സസും റീസൺസും ഒക്കെ
നോക്കേണ്ടത്. എന്തൊക്കെയാണ് അറബികൾക്ക് സിന്ധ് കീഴടക്കാൻ അറബികളെ സഹായിച്ച ഘടകങ്ങൾ? ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റേണൽ വീക്ക്നെസ് ഓഫ് സിന്ധ് റീജിയൻ തന്നെയാണ്. സിന്ധ് റീജിയൻ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ എന്തല്ല വളരെ ആപ്റ്റ് ഒന്നും ആയിരുന്നില്ല. അവരുടെ ഒരു വീക്ക്നെസ് തന്നെയാണ് ഒന്നാമത്തെ കാരണം. ദെൻ സിന്ധ് എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ മറ്റു റീജിയൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഒറ്റപ്പെട്ട പ്രദേശമായിരുന്നു. അപ്പൊ അവിടെ എത്തിപ്പെടാനും അല്ലെങ്കിൽ സിന്ധ് കീഴടക്കി എന്ന് വെച്ചിട്ട് മറ്റുള്ളവരിലേക്കൊന്നും എത്തില്ല, മറ്റുള്ളവരെ അത് ബാധിക്കില്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവരും നിന്നു. അതുകൊണ്ട് തന്നെ ആ ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിട്ടുള്ള സിന്ധിനെ പെട്ടെന്ന് കീഴടക്കാൻ ആർക്ക് കഴിഞ്ഞു? അറബികൾക്ക് കഴിഞ്ഞു. ദെൻ സലീനിറ്റി ആൻഡ് ലാക്ക് ഓഫ് ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ, സോയിലിന്റെ ഫെർട്ടിലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ലവണത്വം നിറഞ്ഞതും സോയിലൊന്നും എന്തുണ്ടായിരുന്നില്ല, അധികം ഫെർട്ടിൽ ആയിരുന്നില്ല, അതായത് ഫലപുഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒരു എക്കണോമിക് ഇൻട്രസ്റ്റ് വളർത്താൻ ഏത് റൂളേഴ്സും തയ്യാറായില്ല. അതായത് സിന്ധ് കീഴടക്കിക്കോട്ടെ, സിന്ധിൽ നിന്നൊന്നും വലിയ വെൽത്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, സിന്ധ് കൊണ്ടൊന്നും ആർക്കും കൂടുതൽ കാലം നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള മനോഭാവമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ആർക്ക്? അവിടുത്തെ റൂളേഴ്സിനായാലും ഉണ്ടായിരുന്നതും. ഇനി സിന്ധ് വേണമെന്ന് മറ്റുള്ള ഇന്ത്യയുടെ മറ്റു റെസ്റ്റ് ഓഫ് റീജിയൻസും എന്ത് ചെയ്തില്ല? വിചാരിച്ചില്ല. അവിടുത്തെ റൂളേഴ്സും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവര് സ്ട്രോങ് ആർമീനെയൊന്നും അവിടെ എന്ത് ചെയ്തില്ല? കീപ്പ് ചെയ്തില്ല. ദെൻ ദാഹിർ എന്ന് പറയുന്ന സിന്ധിലെ ഭരണാധികാരിയുടെ ഒരു അൺപോപ്പുലാരിറ്റി അവർക്ക് എന്ത് ആയിരുന്നില്ല? ദാഹിർ മറ്റുള്ള റീജിയൻസിലെ കിങ്സുമായിട്ടും റൂളേഴ്സുമായിട്ടൊന്നും അധികം അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരെ സഹായത്തിന് കൂട്ടാനുള്ള ഒരു പോപ്പുലാരിറ്റി ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല, ദാഹിറിന് ഉണ്ടായിരുന്നില്ല. ദാഹിറിന്റെ ഒരു പ്രശ്നം കാണുമ്പോൾ മറ്റുള്ളവർക്ക് വരാനുള്ള ആ ഒരു പോപ്പുലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതും ഒരു റീസൺ ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന കമാൻഡർഷിപ്പിന്റെ ഒരു പവർ അതും കൂടിയായപ്പോൾ, ഈ കാരണങ്ങളും അതോടൊപ്പം മുഹമ്മദ് ബിൻ ഖാസിമിന്റെ ആ ഒരു പവറും കൂടെ ആയപ്പോൾ സിന്ധിനെ കീഴടക്കാൻ വേണ്ടി അറബികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു. അങ്ങനെ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ ജീവിതം തന്നെ അവസാനിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു? അറബികള് സിന്ധ് കീഴടക്കി എന്നുള്ള കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ പിന്നീട് ഇന്ത്യയുടെ ഒരു തരി മണ്ണ് പോലും കീഴടക്കാനായിട്ട് അറബികൾക്ക് സാധിച്ചിട്ടില്ല. അവര് തമ്മിൽ കലഹങ്ങളായി, അവരുടെ ഭരണങ്ങൾ തന്നെ ക്ഷയിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ 871 CE അന്ന് അബ്ബാസിദ്സ് ആണ് ഭരണം നടത്തുന്നത്. അറബികളുടെ രാജാക്കന്മാര് അബ്ബാസിദ്സ് ആയിരുന്നു. അവരെന്ത് ചെയ്യാണ്? ഇങ്ങനെ പഞ്ചാബിനെയും സിന്ധിനെയും ഒക്കെ എന്ത് ചെയ്യാണ്? ഇൻഡിപെൻഡന്റ് ആക്കിയിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തു എന്ന് 871. അറബികൾക്ക് സിന്ധ് കീഴടക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ സിന്ധിനപ്പുറം ഒരു തരി മണ്ണ് പോലും ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ ആർക്ക് സാധിച്ചില്ല? അറബികൾക്ക് സാധിച്ചില്ല. നമ്മളുടെ ഭരണാധികാരികൾ ചലൂക്യാസിനെ പോലുള്ള, രാഷ്ട്രകൂട്ടാസിനെ പോലുള്ള ഭരണാധികാരികൾ ഒറ്റക്കെട്ടായിട്ട് ആരെ എതിർത്ത് നിന്നു? അറബികളെ എതിർത്ത് നിന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ കീഴടക്കിയ സിന്ധിനെയും പഞ്ചാബിനെയും ഫ്രീ ആക്കി വിടാനും അവര് തയ്യാറായി എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. മെഡീവൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലേണിംഗ്.